welcome back to my channel. Hello, welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബീച്ച് വീഡിയോ ആണ്. ബീച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ബീച്ച് കടലാണ്, പക്ഷേ ഇവിടുത്തെ ബീച്ച് കടലല്ല, ലേക്കാണ്. ഒരു മണൽത്തിട്ടയുള്ള എന്തിനും ഇവിടെ ഇവർ ബീച്ച് എന്നാണ് പറയണത്. ഇവിടെ സ്വീഡൻകാർ നന്നായിട്ട് എക്സസൈസ് ചെയ്യണവരാണ്. അവരുടെ ബോഡിയൊക്കെ നല്ല ഫിറ്റായി അവർ വെക്കണ ആൾക്കാരാണ്. അപ്പോൾ അതിലൊരു പാർട്ടാണ് ഈ സ്വിമ്മിങ് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഇവിടെ സ്വിം ചെയ്യും. കുട്ടികളായാലും നമ്മുടെ ലേഡീസ് ആയാലും ആരായാലും. അത് ഇപ്പോൾ യൂറോപ്പിലൊക്കെ നമുക്കിങ്ങനെ സ്വിം ചെയ്യാനും പബ്ലിക്കായിട്ട് സ്വിം ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ നാട്ടിലാണ് നമുക്ക് സ്വിം ചെയ്യാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുള്ളത്. അത് കാരണം ഇവിടെ എല്ലാവരും സ്വിം ചെയ്യും. സ്വിമ്മിങ്ങിനൊരു ഇമ്പോർട്ടൻസ് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളും ഒന്ന് സ്വിം ചെയ്യാൻ പോവാണ്. ആക്ച്വലി നമ്മൾ സ്വിം ചെയ്യാൻ പോവില്ല, നമ്മളവർ സ്വിം ചെയ്ത് കാണാൻ പോവാണ്. നമുക്ക് അത്ര കാര്യമായിട്ട് അവിടെ ഒന്ന് സ്വിം ചെയ്യാൻ അറിയില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ബീച്ച് വീഡിയോ. ഇവരൊക്കെ സ്വിം ചെയ്യുന്നത് നമുക്ക് കാണാം. ഈ ബീച്ച് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയൊരു ബീച്ചാണ്. അത്രയ്ക്ക് അധികം ആൾക്കാരൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. പിന്നെ നമ്മൾ ബീച്ചിൽ പോയിരിക്കുന്നത് മോർണിംഗിലാണ്. ഇപ്പോൾ കൊറോണ ഒക്കെ വന്ന ശേഷം എവിടെ പോവുകയാണെങ്കിലും നമ്മൾ മോർണിംഗിൽ തന്നെ പോവും. കാരണം ഈ ഈവനിങ്ങിലൊക്കെ അല്ലേ കൂടുതൽ ആൾക്കാരും ഈ സ്പെൻഡ് ചെയ്യാനോ സ്ഥലത്തേക്ക് പോവുക. അപ്പോൾ അത് കാരണം നമ്മൾ എല്ലാവിടേക്കും കാലത്ത് തന്നെ പോവും. എന്നിട്ട് തിരക്കൊക്കെ വരുന്നതിന് മുന്നേ തിരിച്ച് വീട്ടിലേക്ക് വരും. അതാണ് ഞങ്ങളുടെ കൊറോണ സ്പെഷ്യൽ പുതിയൊരു മാറ്റം വന്നിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയണത് ഈ ഒരു സമ്മറിലെ ഒരു 3 മാസക്കാലമാണ് നമ്മൾക്ക് കോട്ടും ഒന്നും ഇല്ലാണ്ട് ഒന്നും ഈ സുഖമായിട്ട് നടക്കാൻ പറ്റുക. അതുപോലെ തന്നെ ബീച്ചിൽ ഇറങ്ങുക, ബീച്ചിൽ സ്വിം ചെയ്യുക, അതൊക്കെ ഈ ഒരു 3 മാസമേ പറ്റുള്ളൂ സമ്മറിൽ. അത് കാരണം തന്നെ ഇവിടെയുള്ള ആൾക്കാർ കൂടുതലും ഈ ബീച്ചിലൊക്കെ സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നുന്നു. അവർക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ഈ സ്വിമ്മിങ് പൂളിലൊക്കെ സ്വിമ്മിങ് പഠിക്കുന്നുണ്ടാവുമായിരിക്കും. ഇങ്ങനെ നല്ല ഭംഗിയുള്ള ലേക്കിലൊക്കെ സ്വിം ചെയ്യണമെങ്കിൽ ഇവർക്ക് സമ്മർ വരെ വെയിറ്റ് ചെയ്യണമല്ലോ. ഇവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. അത്രയ്ക്ക് തിരക്കില്ല കേട്ടോ. ഇതൊരു ശരിക്കൊരു കുഞ്ഞ് ബീച്ചാണ്. ഇവിടെ കുറേ ബീച്ചുണ്ട്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ചെറിയൊരു ബീച്ചിലേക്കാണ്. ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഡക്കുകൾ ഫുള്ള് ആൾക്കാരിൽ കൂടുതൽ ഡക്കുകളാണ് നിറയെ. ആ കരയിലൊക്കെ ഫുള്ള് ഡക്കാണ്. അവിടെ കാണാം. പോവല്ലേ നിക്ക്. ഞാൻ എന്തിനാ പോണേ? സ്വിം ചെയ്യാൻ പോവാണോ? യെസ്. ബീച്ചിൽ ആൾക്കാരേലും കൂടുതൽ ഡക്കാന്ന് പറയാം. നിറച്ച് ഡക്കാണ്, അതും വലിയ വലിയ ഡക്കുകൾ. അപ്പോൾ നമുക്ക് ആ കരയോട് ചേർന്ന് നിൽക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അവിടെ വെള്ളം അത്ര നല്ലതല്ല, അങ്ങനെ ഡേർട്ടി വാട്ടറാണ്. കുറച്ചങ്ങോട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ക്ലീനാണ്. പിന്നെ ഈ ലേക്കിൻ്റെ കരയോട് ചേർന്ന് 2 വശത്തും ചെറിയൊരു ബ്രിഡ്ജ് ഉണ്ട്. ആ സൈഡിലും ഈ സൈഡിലും ഉണ്ട് ബ്രിഡ്ജ്. അപ്പോൾ നമ്മൾക്കിങ്ങനെ കൂടുതൽ ലേക്കിലേക്ക് ഇറങ്ങി നിന്നിട്ട് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റും ഈ ബ്രിഡ്ജിൽ നിന്ന് കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ ആൾക്കാർ സ്വിം ചെയ്യാൻ വന്നിട്ട് അവർ സ്വിമ്മിങ് ചെയ്ത് കഴിഞ്ഞ് ഈ ബ്രിഡ്ജിലാണ് അവരിങ്ങനെ സൺലൈറ്റ് ഒക്കെ കൊള്ളാൻ വേണ്ടി കിടക്കുന്നത്. അപ്പോൾ ബ്രിഡ്ജ് നിറയെ ആൾക്കാരാണ്. നമ്മൾ സൈഡിലൊരു വഴി ഉണ്ടാക്കിയൊക്കെ നീങ്ങണം. നമ്മൾ സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. നമുക്ക് അത്ര കാര്യമായിട്ട് സ്വിം ചെയ്യാൻ അറിയില്ലെങ്കിലും നമ്മളും ചെറുതായിട്ടൊന്ന് സ്വിം ചെയ്തു. പിന്നെ ഇവർ സ്വിം ചെയ്തൊന്നും നമുക്ക് പിടിക്കാൻ പാടില്ലല്ലോ. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് പേരൊക്കെ സ്വിം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സൺലൈറ്റും കൊണ്ട് കിടക്കുന്നതൊക്കെ കാണാം. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ എല്ലാ കുഞ്ഞു പിള്ളേർക്കും സ്വിമ്മിങ് അറിയാം. പിന്നെ ഇവർ കഴിയുമ്പോൾ ഒരു ഇങ്ങനത്തെ നമ്മളെ ട്യൂബ് പോലത്തെ ഒരു സാധനം കിട്ടും. ട്യൂബല്ല, അപ്പോൾ ഇവർ മുങ്ങിപ്പോകില്ലേ. അപ്പോൾ നൈനോനും ഇത്തിരി ഇങ്ങനെ നമുക്ക് ഇത്തിരി ലേക്കിലേക്ക് ഇത്തിരി നീങ്ങി നിൽക്കാൻ പറ്റി. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാവും. നല്ല രസമല്ലേ ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ. പിന്നെ ഇന്ന് നല്ല ക്ലൈമറ്റ്, അത്ര വെയിലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ രസമുണ്ടായിരുന്നു. ലോലിക്കോപ്പില്ല ഐസ്ക്രീം വേണം. ലോലിക്കോപ്പ് വേണോ? ഐസ്ക്രീം വേണ്ട. നോ ഐസ്ക്രീം.
എന്നെ സ്വിം ചെയ്താ സ്വിം ചെയ്താ ഫിഷ് സ്വിം ചെയ്താ പിന്നെ അതിന് എന്തിനാ വെയിറ്റ് ചെയ്യണേ? ഐസ്ക്രീം കഴിക്കാൻ വെയിറ്റ് ചെയ്യണോ? അതെ അച്ഛ ഐസ്ക്രീം കൊണ്ടുവരുന്നു. യമ്മി. അച്ഛനോട് ഓപ്പൺ ചെയ്ത് തരാൻ പറ. വേണ്ട, അച്ഛൻ ഓപ്പൺ ചെയ്ത് തരും. അച്ഛൻ ഓപ്പൺ ചെയ്ത് തരൂടി. ഇവിടെ ഇവരൊക്കെ ഇങ്ങനെ സ്വിം ചെയ്യാൻ വരുമ്പോൾ വിത്ത് ഫുഡൊക്കെ ആയിട്ടാണ് വരിക. കുറച്ച് നേരം സ്വിം ചെയ്യും, പിന്നെ കുറേ നേരം സൺലൈറ്റ് കൊണ്ട് കിടക്കും, പിന്നെ ഫുഡ് കഴിക്കും. നമ്മൾക്ക് ഫുഡൊന്നും കൊണ്ടുവന്നിട്ടില്ല. നമുക്ക് വിശന്ന് തുടങ്ങി. കുറേ നേരം ആ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടന്നപ്പോൾ നമുക്ക് വിശന്ന് തുടങ്ങി. നമ്മൾ തിരിച്ചു പോവാണ്. ഇവർ കുറേ നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഈ സമ്മറിലാണ് സ്വിം ചെയ്യാൻ പോവാറ്. അങ്ങനെ ഭയങ്കരമായിട്ട് സ്വിം ചെയ്യാറുള്ള ആൾക്കാരൊന്നുമല്ല, എന്നാലും ചെന്താ താഴ്ന്ന് പൂല പൊന്നി കിടക്കും, അങ്ങനെ കിടക്കാറിയാം. ആക്ച്വലി നൈനൂനാണ് ശരിക്കും അവളോട് പറയാറ് ബീച്ചിൽ പോകണമെന്ന്. ഇങ്ങനെ നമ്മൾ ഈ കാർട്ടൂണിലൊക്കെ കാണല്ലോ ഈ ബീച്ച് വീഡിയോസ് ഒക്കെ. അപ്പൊ ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീച്ചിൽ പോയിട്ട് സ്വിം ചെയ്യാൻ. അവിടെ അങ്ങനെ ഞങ്ങള് വീടിന്റെ അടുത്തുള്ള ഒരു ബീച്ചിലാണ് പോയത്. ഒരു ചെറിയ ബീച്ചാണ്, അങ്ങനെ കുറെ റഷ് ആവുന്ന ഒരു പ്ലേസ് ഒന്നല്ല. അവിടെ വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ഒരു ചെറിയൊരു റെസ്റ്റോറന്റ് ഉണ്ട്, ഇങ്ങനെ കുഞ്ഞ് സ്നാക്സ് ഒക്കെ ഇടുന്ന റെസ്റ്റോറന്റ്. അപ്പൊ അത് കാരണം നമുക്കത് അറിയായിരുന്നു ഈ ബീച്ചിനെ കുറിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഫുഡ് ഇങ്ങനെ വീട്ടിൽ വന്നിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതറിയണം ഞാൻ ബുദ്ധിമുട്ടിയായി ഞാൻ ഇങ്ങനെ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ളത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുമ്പോൾ ഒരു 3 hours ഒക്കെ ഫ്രിഡ്ജിൽ വെച്ചാലേ ഒരു പെർഫെക്റ്റിൽ കിട്ടുള്ളൂ. അപ്പൊ നമ്മളത് വെച്ചിട്ടാണ് പോയത് ബീച്ചിലേക്ക്. അപ്പൊ നെക്സ്റ്റ് നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ഇത് നമ്മൾ 3 hours മുന്നേ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ്. ഇപ്പോൾ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാൻ എങ്ങനെയാണ് മാരിനേറ്റ് ചെയ്യാമെന്ന് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ചുമ്മാ ഒന്ന് പറയാം എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി. അപ്പോൾ ഗ്രിൽഡ് ചിക്കൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ മസാല ഇങ്ങനെയാണ്. നമ്മൾ കേർഡിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ സോൾട്ട്, അതുപോലെ ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസ്. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്ത് അതിൽ നമ്മുടെ ഗ്രിൽഡ് അല്ലാത്ത ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ 3 hours മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണത്. അതിനുശേഷം നമ്മൾ ഓവനിലാണ് ഗ്രില്ല് ചെയ്യണത്. എന്നിട്ട് നമ്മളത് സെറ്റ് ചെയ്യണം. നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ ശരിയായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വയറ് വിശന്ന് ഒരു പരിവായി. നമ്മൾ സ്വിമ്മിങ് കഴിഞ്ഞ് വന്ന കാരണം ഭയങ്കര വിശപ്പ്. ഇതിന്റെ കൂടെ നമ്മളത് ടൊമാറ്റോസും ഒണിയനും ഉണ്ട്. പിന്നെ നമ്മൾ ഗ്രില്ല് ചെയ്ത കുറച്ച് പൊട്ടറ്റോസ്. പിന്നെ ഇതാണ് നമ്മുടെ ബിജോയേട്ടന്റെ സ്പെഷ്യൽ സോസ്. ഈ സോസില് ശരിക്കും സോസ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ബിജോയേട്ടൻ ഉണ്ടാക്കാൻ അറിയുള്ളൂ, ബിജോയേട്ടനെ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. കർഡില് ഒറിഗാനോ, വെളുത്തുള്ളിയും ഒലീവ് ഓയിലും പിന്നെ എന്നിട്ടാ ആപ്പിൾ ചേട്ടന് എന്ത് സാധനം ചോറ് വേണം ആപ്പിൾ സിഡർ വിനാഗിരി ഒഴിക്കും. അത്രയ്ക്കും ക്രേസ് ആണത്. എനിക്ക് അതിൻ്റെ ഇഷ്ടമല്ല. അപ്പൊ അതൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഇത് നമ്മളിത് ഉണ്ടാക്കിയ ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അപ്പോഴാണിത് ഒരു കറക്റ്റ് സെറ്റ് ആവാം. കേർഡില് ആപ്പിൾ സിഡർ വിനാഗിരി, ഒലീവ് ഓയില്, വെളുത്തുള്ളി, പിന്നെ ഒറിഗാനോ അതൊക്കെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കണം, തണുക്കണം. അപ്പോഴാണ് നമുക്കിത് ചിക്കൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവാം. അപ്പൊ നമ്മളിനി ഫുഡ് കഴിക്കട്ടെ.